പി പത്മരാജൻ. സ്വപ്നതുല്യമായ സൃഷ്ടികൾ സമ്മാനിച്ച് നക്ഷത്രങ്ങളുടെ ലോകത്തേക്ക് മറിഞ്ഞ ഗന്ധർവ തുല്യനായ കലാകാരൻ. ആ മഹനീയ സാന്നിധ്യം മലയാള കലാമേഖലയ്ക്ക് നഷ്ടമായിട്ട് ഇന്നേക്ക് 25 വർഷങ്ങൾ. 1945 മെയ് 23 ആലപ്പുഴ ജില്ലയിലാണ് പത്മരാജൻ ജനിച്ചത്. കുട്ടിക്കാലത്ത് അമ്മ പറഞ്ഞുകൊടുത്ത കഥകൾ കേട്ട് വളർന്ന ബാല്യം സാഹിത്യത്തിന്റെയും കലയുടെയും ലോകത്തേക്ക് പത്മരാജനെ എത്തിച്ചു. ഭാവനയുടെ വലിയ ലോകം തീർക്കാൻ ഈ കഥകളും വളർന്ന ചുറ്റുപാടും പത്മരാജനെ സ്വാധീനിച്ചു. കോളേജ് പഠനകാലത്ത് തന്നെ പത്മരാജന്റെ ശ്രദ്ധ കഥകളിലേക്ക് തിരിഞ്ഞു. ലോല മിൽഫോർഡ് എന്ന അമേരിക്കൻ പെൺകിടാവ് എന്ന കഥയാണ് അദ്ദേഹത്തിന് പ്രസിദ്ധീകരിക്കപ്പെട്ട ആദ്യ രചന. പ്രതിമയും രാജകുമാരിയും, ഉദകപോള, രതിനിർവേദം, മഞ്ഞുകാലം നോറ്റ കുതിര എന്നീ നോവലുകൾ പരുക്കൻ ജീവിതയാത്രകളെ തൊട്ടറിഞ്ഞ പക്വതയാർന്ന ഒരു എഴുത്തുകാരന്റെ സർഗപ്രയാണമാണ്. പ്രണയത്തിന്റെ തീവ്രതലങ്ങളെ അഭ്രപാളികളിൽ എത്തിച്ച് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു പത്മരാജൻ എന്ന സംവിധായകൻ. പ്രകൃതിയും പ്രണയവും ഇഴപിരിയാതെ സൃഷ്ടിച്ച തൂവാനത്തുള്ളികളും നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പും കാണാത്ത, അനുഭവിക്കാത്ത മലയാള മനസ്സുകൾ ഉണ്ടാകില്ല എന്നത് ഉറപ്പാണ്. നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അതികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളിർത്ത് പൂവിടുകയും മാതള നാരകം പൂക്കുകയും ചെയ്തുവോ നോക്കാം. നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അതികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളിർത്ത് പൂവിടുകയും മാതള നാരകം പൂക്കുകയും ചെയ്തുവോ എന്ന് നോക്കാം. അവിടെ വെച്ച് ഞാൻ നിനക്കെന്റെ പ്രേമം തരും. തന്റെ ഫ്രെയിമിനുള്ളിലെ ഓരോ വസ്തുവിനെയും കഥാപാത്രങ്ങളാക്കുന്ന അദ്ദേഹത്തിന്റെ മാസ്മരിക ശുദ്ധി എടുത്തു പറയേണ്ടതാണ്. തിരശ്ശീലയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച, കഥകളുടെ മായാലോകം സൃഷ്ടിച്ച ആ അതുല്യ കലാകാരന് റേഡിയോമിയുടെ ഒരു പിടി ഓർമ്മപ്പെടുത്തും. അരുൺ പാറാട്ട്, റേഡിയോമി.